السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, 41-ാമത്തെ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് എന്ന പേരിലും ഹാമീം സജദ എന്ന പേരിലും അറിയപ്പെടുന്നു. രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്താണ് 41-ാം അധ്യായം. ആയത്തുകളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ ചില സാഹചര്യങ്ങളെ മുഫസ്സിറുകളൊക്കെ അവരുടെ തഫ്സീറുകളിൽ എഴുതി വെച്ച ഒരു ചരിത്ര സംഭവം ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരായിരുന്നുവല്ലോ മക്കയിലെ ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങളെ പടച്ച, നിങ്ങളുടെ പിതാക്കളെ പടച്ച, മുൻഗാമികളെയൊക്കെ പടച്ച ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിന് മുഴുവനും ഒഴിവാക്കി ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഖുറൈശികളാകുന്ന ആളുകൾ ഒരു ദിവസം ഒരു യോഗം കൂടുകയാണ്. ആ യോഗം കൂടിയിട്ട് അവർ ചോദിച്ചു, നമുക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കി നമ്മുടെ മതത്തെ ആക്ഷേപിക്കുന്ന ഖുറൈശികൾ പറയാണ്, നമ്മുടെ ഈ മതത്തെ ആക്ഷേപിച്ച് നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യന്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് നല്ല ജാലവിദ്യക്കാരനും കവിതയൊക്കെ അറിയാവുന്ന ഏതെങ്കിലും സമർത്ഥനായ ഒരാൾ അദ്ദേഹവുമായി സംസാരിച്ച് ആ മുഹമ്മദിനെ അവൻ്റെ ആ ആദർശത്തിൽ നിന്ന് ഒന്ന് മാറ്റാൻ കഴിയുമോ എന്ന ഒരു പരിശ്രമം നടത്തണം. അതിനാര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, മാ നഅലമു അഹദൻ ഗൈറ ഉത്ബ, ഉത്ബയേക്കാൾ അതിന് പറ്റിയ ഒരാളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അതിനേറ്റവും പറ്റിയ ആൾ ഉത്ബയാണ്. അങ്ങനെ ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയിട്ട് ഉത്ബ ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് യാ മുഹമ്മദ് അൻത ഖൈറുൻ അം അബ്ദുല്ലാ? ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്? ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഫഇൻ കുൻത തസ്അമു അന്ന ഹൗലാഇ ഖൈറുൻ മിൻക ഫഖദ് അബദുൽ ആലിഹത അല്ലതി ഇബ്ത. മുഹമ്മദേ, നീയാണോ നിന്റെ പിതാവായ അബ്ദുള്ളയാണോ ഉത്തമൻ? നീയാണോ നിന്റെ പിതാവായ അബ്ദുള്ളയാണോ ഉത്തമൻ? ആ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഉത്ബത്ത്, അല്ലയോ മുഹമ്മദ്, നിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബോ നീയാണോ ഉത്തമൻ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഉത്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ഇവരെല്ലാം നിന്നേക്കാൾ ഉത്തമന്മാരായിരുന്നുവെങ്കിൽ, ഇവരാണ് നിന്നേക്കാളൊക്കെ ഉത്തമരെങ്കിൽ, നീ എന്ന് കുറ്റപ്പെടുത്തുന്ന ഈ ദൈവങ്ങൾ അഥവാ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെ നിന്റെ പിതാവും നിന്റെ പിതാമഹന്മാരും ഒക്കെ ആരാധിച്ചു വന്നിരുന്നു. അവരെല്ലാവരും ഇതിനെ ആരാധിച്ചവരായിരുന്നു. ഇനി നിന്റെ പിതാവിനേക്കാളും പിതാമഹനേക്കാളൊക്കെ ഉത്തമൻ നീയാണ് എന്നാണ് നിന്റെ വാദമെങ്കിൽ നീ ഒന്ന് സംസാരിക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വല്ലാഹി മാ റഅയ്നാ സഖ്ലതുൻ ഖത്തു അസ്മഅ അലാ ഖൗമിക മിൻക. മുഹമ്മദേ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ആരാത് പറയുന്നത്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽപ്പെട്ട ഉത്ബ പറയുകയാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ ജനതയിൽ നിന്നേക്കാൾ ലക്ഷണം കെട്ട മറ്റൊരാളും ഉണ്ടായിട്ടില്ല. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ലക്ഷണം കെട്ടവൻ നീയാണ്. കാരണം നീ ഞങ്ങളുടെ ഐക്യം ശിഥിലമാക്കിയവനാണ്. ഞങ്ങൾ ഒത്തൊരുമയോടുകൂടെ പോകുന്നവരായിരുന്നു. വിവിധങ്ങളായിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചും അതിനോട് വിളിച്ചു പ്രാർത്ഥിച്ചും അതിന് നേർച്ചകൾ വഴിപാടുകൾ സമർപ്പിച്ചും ഒരേ ആശയത്തിലൂടെ ഒരേ ആദർശത്തിലൂടെ മുന്നോട്ട് പോകുന്നവരായിരുന്നു മുഹമ്മദ്. ഞങ്ങളുടെ ആ വിഷയങ്ങളെയൊക്കെ ചാറുമാറാക്കിയത് നീയാണ്. നീ ഞങ്ങളുടെ മതത്തെ കുറ്റപ്പെടുത്തിയവനാണ്. അറബികളുടെ മുമ്പിൽ ഞങ്ങളെ അപമാനിച്ചവനാണ്. അതുകൊണ്ട് മുഹമ്മദ് നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് ചോദിക്കാം, അത് നിനക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താ നിനക്ക് വേണ്ടത്? അഗ്നാ ഖുറൈശിൻ റജുലൻ വ ഇൻ കാന ഇന്നമാ ബികൽ ബാഅതു ഫഖ്തർ അയ്യു നിസാഇൻ ഖുറൈശിൻ ഫൽതുസവ്വിജ്ക അശറ. മുഹമ്മദേ, സമ്പത്താണോ നിനക്ക് വേണ്ടത്? സാമ്പത്തികമായ വല്ല ആവശ്യവുമാണോ നിനക്ക് വേണ്ടത്? എങ്കിൽ നിന്നെ വലിയ സമ്പന്നനാക്കാം. ഞങ്ങൾ നിനക്ക് ധനം ശേഖരിച്ച് ഖുറൈശികളിൽ ഏറ്റവും വലിയ ധനികനാക്കി പണക്കാരനാക്കി നിന്നെ മാറ്റാം മുഹമ്മദ്. ഇനി നിനക്ക് പെണ്ണാണോ ആവശ്യമുള്ളത്?
പെണ്ണിനെയാണോ വേണ്ടത്? നീ ഇഷ്ടപ്പെടുന്ന, നീ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് അവളെ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. വേണമെങ്കിൽ 10 പെണ്ണുങ്ങളെ വേണമെങ്കിലും നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം എന്ന് ഈ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വാചാലമായി സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉത്ബ കഴിഞ്ഞോ നിന്റെ വർത്തമാനം? ആ സമയത്ത് ഉത്ബ അതെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വർത്തമാനം അദ്ദേഹം അവസാനിപ്പിച്ചു. ആ സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബയെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ആദർശത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിക്കാൻ വന്ന ഉത്ബയുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സൂറത്തു ഹാമീം സജദയുടെ 1 മുതൽ 13ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് വരെയുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ഇതാണ് ഈ 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ആയത്തുകൾ? ആ ആയത്തുകളുടെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. വിശ്വാസികളാകുന്ന ആളുകൾ ധാരാളമായി പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ ധാരാളം മഹത്വങ്ങൾ കഴിഞ്ഞ സൂറത്തുകളുടെ തുടക്കത്തിലൊക്കെ പല സന്ദർഭങ്ങളിലായി നാം പഠിച്ചു പോയതാണ്. അതുതന്നെയാണ് അല്ലാഹു തആല ഇവിടെയും ആവർത്തിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ്. എല്ലാ കാരുണ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് അല്ലാഹുവാണ്. വിശ്വാസികളാകുന്ന നമുക്ക്, അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ലോകത്ത് എന്തെല്ലാം കാരുണ്യങ്ങൾ കാണുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ, എല്ലാം അതിന്റെ കേന്ദ്ര ബിന്ദു അത് അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്നാണ് അത് ഉള്ളത്. ആ റഹ്മാനായ കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്ന് അവന്റെ അടിമകളാകുന്ന ആളുകളുടെ ആത്യന്തികമായ വിജയത്തിന് വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ വിശുദ്ധ ഖുർആനിനെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും അതിലുള്ള ആശയങ്ങളെ വേർതിരിച്ചുകൊണ്ട് എടുക്കുവാനും കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിൽ വളരെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ എന്നും പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും സത്യത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ അറിഞ്ഞും അവനെ മാത്രം ആരാധിച്ചും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളം സന്തോഷ വാർത്തകൾ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ടെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ പഠിച്ചില്ലേ, അള്ളാഹുവിനെ അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക്, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകൾക്ക് അവർക്കുള്ള സന്തോഷ വാർത്തകൾ ധാരാളമായ ഖുർആനിലുണ്ട്. എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കാതെ അവനെ വിശ്വസിക്കാതെ ധിക്കാരികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായിരിക്കുന്ന താക്കീതുകളും പരിശുദ്ധമായ ഖുർആനിലുണ്ട് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തിയത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാമത്തെ ആയത്തിൽ പറയുന്നത് ഹാമീം. ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങളെക്കുറിച്ച് മുമ്പുള്ള പല സൂറത്തുകളിലും നാം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ സൂറത്തിലും അതിന് മുമ്പുള്ള സൂറത്ത് യാസീനിലും അതിനു മുമ്പുള്ള പല സൂറത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. തൻസീലും മിനർ റഹ്മാനിർ റഹീം. തൻസീൽ അവതരണം, ഇറക്കൽ, മിനർ റഹ്മാൻ പരമകാരുണീകൻ, റഹ്മാൻ, റഹീം കരുണാനിധി, പരമകാരുണീകനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബത്തിന് ഓതി കേൾപ്പിച്ച ആദ്യത്തെ ആയത്തുകളാണിത്. പരമകാരുണീകനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ അവതരണമാണിത്.
പിന്നെ കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. കിതാബുൻ, ഇതൊരു വേദഗ്രന്ഥമാണ്. ഖുർആനെ കുറിച്ച് പറയാൻ, കിതാബുൻ ഇതൊരു വേദഗ്രന്ഥമാണ്. ഫുസ്സിലത്ത്, അതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, വേർതിരിച്ച് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ആയാതുഹു, അതിൻ്റെ ആയത്തുകൾ, ആയത്തുകൾ. ഖുർആനൻ, ഒരു പാരായണ ഗ്രന്ഥമായി കൊണ്ട്, അറബിയൻ, അറബിയിലുള്ള ഖുർആൻ പാരായണ ഗ്രന്ഥം, അറബിയൻ, അറബിയിലുള്ള. ലിഖൗമിൻ, ഖൗമ് ജനത, ലിഖൗമിൻ ഒരു ജനതക്ക്, യഅലമൂൻ അവർ അറിയുന്നവരാണ്. അപ്പൊ അറിയുന്ന ഒരു ജനതക്ക് വേണ്ടി അറബി ഭാഷയിലുള്ള ഒരു പാരായണ ഗ്രന്ഥം എന്ന നിലയിൽ സൂക്തങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം, അത് അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി പരമകാരുണീകനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിന്ന് അവതരണമാണ്, അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. ബശീറൻ വനദീറൻ ഫഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ബഷീറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നതായി, ബഷീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നതായി. പരിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ബഷീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നതായി. വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്തോഷവാർത്തകളുണ്ട്. പിന്നെ വനദീറ, താക്കീത് നൽകുന്നതുമായി, വിവിധങ്ങളായ താക്കീതുകളും അതിലുണ്ട്. ഫഅറദ, എന്നിട്ടും തിരിഞ്ഞു കളഞ്ഞു. അക്സറുഹും, അവരിൽ അധികം ആളുകളും, അക്സർ അധികരിച്ചവർ, ഹും അവരിൽ അധികരിച്ചവരും തിരിഞ്ഞു കളഞ്ഞു. ഫഹും, അങ്ങനെ അവർ, അപ്പോൾ അവർ, ലാ യസ്മഊൻ, അവർ കേൾക്കുന്നില്ല, അവർ ചെവി കൊടുക്കുന്നില്ല. സന്തോഷവാർത്ത അറിയിക്കുന്നതും താക്കീത് നൽകുന്നതുമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അക്സറുഹും ഫഹും ലാ യസ്മഊൻ, അവരിൽ അധികം ആളുകളും പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. അവർ അത് ചെവി കൊടുത്തുകൊണ്ട് കേൾക്കുന്നുമില്ല. ഇതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. വഖാലൂ ഖുലൂബുനാ ഫീ അകിന്നതിൻ മിമ്മാ തദ്ഉനാ ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ ഫഅമൽ ഇന്നനാ ആമിലൂൻ. വഖാലൂ, അവർ പറയുകയും ചെയ്തു. ആര്? ഖുറൈശികളാകുന്ന ആളുകൾ. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞ ആയത്തിന്റെ പശ്ചാത്തലം പറഞ്ഞില്ലേ? വിശ്വാസികളാകുന്ന ആളുകളോട്, പ്രവാചകരോട് അവർ പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഖൽബ് ഹൃദയം, ഖുലൂബ് ഹൃദയങ്ങൾ, ഖുലൂബുന ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഫീ അകിന്നത്തിൻ ചില മൂടികളിലാണ്. അകിന്നത്ത് ഒരു തരം മൂടികൾ. ഖുലൂബുന ഫീ അകിന്നത്തിൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ചില മൂടികളിലാണ്. മുഹമ്മദ് നബിയോട് അവർ പറയാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ചില മൂടികളിലാണ്. മിമ്മ, ഒന്നിനെ പറ്റി, തദ്ഉന നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഇലൈഹി അതിലേക്ക്. നീ ഏതൊന്നിലേക്കാണോ മുഹമ്മദെ ഞങ്ങളെ ക്ഷണിക്കുന്നത്, ആ വിഷയം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടിയിലാണ്. നീ പറയുന്നതൊന്നും ഞങ്ങളുടെ ഹൃദയം സ്വീകരിക്കുകയില്ല. ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ പറയുന്നത്, നീ ക്ഷണിക്കുന്ന ആ വിഷയങ്ങൾ കയറുകയില്ല. അത്തരത്തിലൊരു മൂടികൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പിന്നെ വീണ്ടും ഖുറൈശികൾ പറഞ്ഞു, വഫി ആദാനിന, ഉദ്നി ചെവി, ആദാനി ചെവികൾ, ഉദ്നി ചെവി, ആദാന് ചെവികൾ, ആദാനിന ഞങ്ങളുടെ ചെവികൾ, ഫി ആദാനിന ഞങ്ങളുടെ ചെവികളിലുണ്ട്, ഞങ്ങളുടെ കാതുകളിലുണ്ട്, വഖറുൻ ഒരു തരം കട്ടി, ഒരു തരം കട്ടികൾ, ഭാരമുണ്ട് ഞങ്ങളുടെ ചെവികളിൽ. അതുകൊണ്ട് നീ പറയുന്നതൊന്നും, നീ ക്ഷണിക്കുന്ന ഈ മാർഗമൊന്നും, ഇതൊന്നും ഞങ്ങളുടെ ചെവികളിലേക്ക് കയറില്ല മുഹമ്മദേ. അവർ പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, വമിൻ ബൈനിന ഞങ്ങളുടെ ഇടയിലുണ്ട്, വബൈനിക നിന്റെ ഇടയിലുമുണ്ട്, ഞങ്ങളുടെയും നിന്റെയും ഇടയിലുണ്ട്, ഹിജാബുൻ ഒരു തരത്തിലുള്ള മറയുണ്ട്. നിന്റെയും ഞങ്ങളുടെയും ഇടയിൽ കൃത്യമായ മറ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ്, നീ ഏതൊന്നിലേക്കാണോ ഞങ്ങളെ ക്ഷണിക്കുന്നത്, നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് ഒരു ആരാധ്യനിലേക്കല്ലേ. ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെയൊക്കെ ഒഴിവാക്കി
ഒരു ആരാധന മാത്രം ആരാധിക്കണം എന്നതിലേക്കല്ലേ മുഹമ്മദെ നീ ക്ഷണിക്കുന്നത്? പക്ഷേ അതൊന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറില്ല, കാരണം അവിടെ ചില മൂടികളുണ്ട്. അതൊന്നും ഞങ്ങളുടെ ചെവികളിലേക്ക് കേൾക്കില്ല, കാരണം അവിടെ ചില ഭാരങ്ങളുണ്ട്. ഞങ്ങളുടെയും നിന്റെയും ഇടയിൽ കൃത്യമായ മാർഗ തടസ്സങ്ങൾ, മറകളുണ്ട്. എന്നിട്ട് അവർ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, അതുകൊണ്ട് മുഹമ്മദ് ഫഅമൽ, നീ ചെയ്യുക, നീ പ്രവർത്തിക്കുക, നീ എന്താണോ വിചാരിച്ചത്, നീ എന്താണോ പ്രബോധനം ചെയ്യുന്നത്, അത് നീ ചെയ്തുകൊള്ളുക. ഇന്നന, തീർച്ചയായും ഞങ്ങൾ ആമിലൂൻ, പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഞങ്ങൾ പ്രവർത്തിക്കാം, നീ ചെയ്യുന്നത് നീയും ചെയ്യുക എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീ പറയുന്ന ഈ സത്യങ്ങളൊന്നും ചെവികൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. നീ എന്ത് പറഞ്ഞാലും, എത്ര തന്നെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നാലും നീ പറയുന്നതൊന്നും ചെവിക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മൾ തമ്മിൽ ഒരു നിലക്കും യോജിച്ചു പോകില്ല. ഞങ്ങൾ ഈ ആരാധ്യ വസ്തുക്കളെയൊക്കെ ഒഴിവാക്കി ഒരു ആരാധന മാത്രം ആരാധിക്കുക എന്നത് നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവുകയില്ല എന്ന് ഒരു മാന്യതയുമില്ലാതെ വളരെ അഹങ്കാരികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ശത്രുക്കളാകുന്ന ഖുറൈശികളാകുന്ന ആളുകൾ പറഞ്ഞു. പക്ഷേ അവിടെയും വിശ്വാസികളാകുന്ന നമുക്ക് വലിയ പാഠമുണ്ട്. നാം പ്രബോധനം നിർവഹിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കാരണം അള്ളാഹു വിലക്കിയതാണ്, അതൊരു മുസ്ലിമിന് പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ആ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ നമ്മുടെ ആളുകളും പറയുന്നതായി നമുക്ക് കേൾക്കാം. നല്ല ഐക്യത്തോടുകൂടെ പോകുന്ന നാടായിരുന്നു ഇത്, നല്ല രാജ്യമായിരുന്നു, എല്ലാവരും സൗഹാർദ്ദത്തിലായിരുന്നു. ഇവിടെ വന്നൊരു പുതിയ ആദർശവും ആശയവും കൊണ്ടുവന്ന് ഇവിടെയുള്ള ഐക്യത്തെ തകർത്തത്, എല്ലാവരുടെയും സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തിയത്, നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങളാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് വിശ്വാസികൾ? അവരുടെ പ്രബോധനം അവർ നിർത്തിവെക്കാൻ പാടുണ്ടോ? ഇല്ല. നാം പഠിച്ചിട്ടുള്ള സത്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നാം എത്തിച്ചു കൊടുക്കണം എന്നതാണ് 6-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ, പീഡനങ്ങളും പ്രയാസപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ ദഅവത്ത് നിർത്തിവെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ പ്രബോധന മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി വന്നതാണ്. ഉത്ബയെ പറഞ്ഞയച്ചത് അതിനു വേണ്ടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളും തുടർന്നുള്ള 13 വരെയുള്ള ആയത്തുകൾ ഉത്ബക്ക് ഓതി കേൾപ്പിച്ചപ്പോ ഉത്ബ പറഞ്ഞ മറുപടി പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മതി മതി മുഹമ്മദ്, മതി, ഇനി നീ പറയേണ്ടതില്ല എന്ന് മാത്രമല്ല, ഉത്ബ അദ്ദേഹത്തിന്റെ 2 കൈകളും പിന്നോട്ട് കെട്ടിവെച്ചിട്ട് ഒന്നും മിണ്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെല്ലാം കേട്ടുനിന്നു. വളരെ ദേഷ്യത്തോടുകൂടെ നബിയെ പിന്മാറ്റുവാൻ വേണ്ടി വന്നിട്ടുള്ള ഉത്ബത്ത് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവമെല്ലാം മാറി വളരെ ശാന്തനായിട്ട് അദ്ദേഹം തിരിച്ചുപോയി എന്നും, ഖുറൈശികളുടെ സദസ്സിൽ നിന്നാണ് ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വന്നത്. പക്ഷേ ഉത്ബ തിരിച്ചുപോയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഉത്ബ പുറത്തിറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ആ ഉത്ബ മതം മാറിയോ, മുഹമ്മദിന്റെ മതം സ്വീകരിച്ചുവോ എന്ന് പോലും ഖുറൈശികൾ സംശയിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അബൂജഹൽ അടക്കമുള്ള ആളുകൾ. പക്ഷേ ആ ഉത്ബ അബൂജഹലിനോടും മറ്റുള്ള ഖുറൈശി നേതാക്കന്മാരോടും അനുയായികളോടും പറഞ്ഞ ഒരു വർത്തമാനം പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദിൽ നിന്ന് ഞാൻ ചിലതെല്ലാം കേട്ടു, മുഹമ്മദിനെ ഞാൻ ഉപദേശിച്ചപ്പം ആ മുഹമ്മദിൽ നിന്ന് ഞാൻ ചില വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മുഹമ്മദ് പറയുന്നത് അത് ജാലവിദ്യയല്ല, ഒരിക്കലും അദ്ദേഹം സിഹറുകാരനല്ല, അദ്ദേഹം ജാലവിദ്യക്കാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും കവിയോ ഒന്നുമല്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങൾ, വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ മുഹമ്മദ് പല കാര്യങ്ങളും എന്നെ ഉപദേശിച്ച് ഏറ്റവും അവസാനം അദ്ദേഹം ആദിന്റെയും സമൂദിന്റെയും വർത്തമാനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അവർക്കുണ്ടായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് ശക്തമായിരിക്കുന്ന താക്കീത് നൽകിയിട്ടുണ്ട്. അവസാനം ഞാൻ അവന്റെ വായ പിടിച്ചുകൊണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ബ ഖുറൈശി തമ്പുരാക്കന്മാരോട്, നേതാക്കന്മാരോട് പറയുന്നുണ്ട്, നേതാക്കളെ, നിങ്ങൾക്കറിയുമല്ലോ അബൂജഹൽ, നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കലും മുഹമ്മദ് നമ്മോട് കളവ് പറഞ്ഞിട്ടില്ല, അത്രയും സത്യസന്ധനാണ് മുഹമ്മദ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മുഹമ്മദ് ആദിനും സമൂദ് ഗോത്രങ്ങൾക്കുമൊക്കെ അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ കിട്ടിയ ശിക്ഷകൾ നമുക്കും
ബാധിക്കും എന്ന ശക്തമായ താക്കീതാണ് അവൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനെ അവന്റെ കാര്യത്തെ നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾ അവനെ വിട്ടേക്കുക, ഒഴിവാക്കുക എന്ന് ഈ ഉത്ബ അബൂജഹലിനെ ഉപദേശിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം പഠിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ നാം അവസാനിപ്പിക്കരുതെന്നും ഉത്ബത്തിന് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഉത്ബത്തിന്റെ മനസ്സ് മാറ്റാൻ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സത്യസന്ധമായി മറ്റൊരു ഭൗതികമായ കാര്യലാഭങ്ങളില്ലാതെ പരിശുദ്ധ ഖുർആൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന മഹത്തായ പാഠം ഈ ചരിത്രത്തിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. എന്നാൽ എന്ത് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും അക്രമങ്ങളും ഉണ്ടായാലും നാം ദഅവത്ത് അവസാനിപ്പിക്കരുതെന്നും എന്താണ് സമൂഹത്തോട് പറയേണ്ടത് എന്നും 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പഠിക്കാനും പകർത്തുവാനും ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.